പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ജെ.സി. സ്പെയിനിയൻ പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് IB പരിസരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്രയുടെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത മുഖ്യാതിഥിയായി. വേതനത്തെക്കാൾ കൂടുതലായിട്ടുള്ള സേവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ആശുപത്രി. അപ്പോൾ അവരുടെയൊക്കെ തന്നെ വലിയൊരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടുത്തെ JCIയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തുരാജ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വൾഡിയേഴ്സും NSS വൾഡിയേഴ്സും ഒക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നാട്ടിൽ അത് വലിയൊരു സന്തോഷത്തിൻ്റെ വക നൽകും. മാത്രമല്ല, കുടുംബാംഗങ്ങൾക്ക് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. കുടുംബാംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള രോഗികളായിട്ട് കിടക്കുന്നവർ, സ്വാതന്ത്ര്യം ലഭിക്കാതെ കിടക്കുന്നവർക്കൊക്കെ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരുമ്പോൾ ഈ പാലിയേറ്റീവ് സെൻ്ററുകളാണ് മുന്നോട്ട് വരുന്നത്. കൂടുതൽ അങ്ങനെയുള്ള ആ പാലിയേറ്റീവ് ഉണ്ടാവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി 15 ലോക പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അത് ആചരിക്കുകയാണ്, അതുമായി മുന്നോട്ട് പോവുകയാണ്. സ്നേഹസ്പർശം കൂത്തുപറമ്പ് IMA കൂത്തുപറമ്പ് എന്നിവരുടെ സംയുക്ത സംരംഭം. എല്ലാ ബുധനാഴ്ചയും സൗജന്യ ഗൃഹകേന്ദ്രീകൃത പരിചരണം. എല്ലാ വെള്ളിയാഴ്ചയും ഉദ്ഘാടന ചടങ്ങിൽ P. ദീപക് കുമാർ അധ്യക്ഷനായി. കൺവീനർ K. മനോജ് കുമാർ, IMA പ്രസിഡന്റ് ഡോക്ടർ K. ഗീത, NP പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുരാജ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും കൂത്തുപറമ്പ് ഹൈസ്കൂളിലെ NSS വോളണ്ടിയർമാരും ക്രിസ്തുരാജ ആശുപത്രിയിലെ നഴ്സുമാരും ഉൾപ്പെടെ പൊതുപ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. കൂത്തുപറമ്പ് IBയിൽ നിന്ന് ആരംഭിച്ച സാന്ത്വന പരിചരണ സന്ദേശയാത്ര തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ആശുപത്രിയിൽ സമാപിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.